Drishyam 3, the classic criminal George Duty is back. ദൃശ്യം മലയാളത്തിൻ്റെ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ, മീന, സിദ്ദീഖ് ക, ആശാ ശരത്ത് അങ്ങനെ ഒരു വലിയൊരു താരനിരയിൽ വന്നൊരു സിനിമ. അന്ന് വലിയ ഈ പറയുന്ന പോലെ ഒരു ഹൈപ്പ് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാധാ ഒരു മൂവിയായിട്ട് വരുന്നു. പക്ഷെ റിലീസായതിന് ശേഷം എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സിനെ പറ്റിയും ആ എൻഡിലുള്ള ട്വിസ്റ്റിനെ പറ്റിയും ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു. അതിനു മുമ്പ് ആ വർഷം തന്നെ ഏകദേശം ഒരു 3 മാസം മുമ്പ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി ഭയങ്കരമായുള്ള ഒരു ഭയങ്കര വിജയം. അതിനുശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. സോ ജീത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ തന്നെ നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ട്വിസ്റ്റ് ഇല്ലാത്തൊരു സിനിമ വരില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയ അങ്ങനെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയിലേക്ക് നോക്കിക്കാണുന്ന രീതിയിലേക്കൊക്കെ മാറിയ ഒരു വലിയൊരു സിനിമ. എസ്പെഷ്യലി എൻ്റെ ആ ഒരു കഥ പറച്ചിൽ തന്നെ അതിൻ്റെ ആ ഒരു ട്വിസ്റ്റാണ് എപ്പോഴും മലയാളികളെ സംബന്ധിച്ച് അതാണ് ഭയങ്കരമായിട്ടൊരു ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. ഒരു സാധാ ഒരു കുടുംബ ചിത്രത്തിലേക്ക് അതിൻ്റെ ക്ലൈമാക്സ് നമ്മളെല്ലാം വണ്ടടിച്ച് അയ്യോ എന്നും പറഞ്ഞിരുന്ന ഒരു സിനിമ. സെക്കൻഡ് പാർട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൃശ്യത്തിനൊരു സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണ് ഞാൻ പോലും വിചാരിച്ചുകൊണ്ടിരുന്നത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ശരിയാണ്, ആ സിനിമയുടെ ആ കഥ അവിടെ അവസാനിക്കുന്നില്ല, തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ദൃശ്യം പോലൊരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആണ് ഇത് അനൗൺസ് ചെയ്ത സമയത്തും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ഒരുപാട് ചോദ്യം വരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് തിയേറ്ററിൽ അല്ല റിലീസായത്. പാൻഡമിക് ഒക്കെ വന്ന ഒരു സമയത്ത്, കോവിഡിൻ്റെ ആ സമയമായിരുന്നു, അത് കഴിഞ്ഞ് വരുന്ന സമയമാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് തിയേറ്ററിൽ വന്നില്ല, അത് OTTയിലാണ് വന്നത്. പക്ഷേ OTTയിൽ വന്നാൽ പോലും അത് തരുന്നൊരു ത്രില്ലുണ്ട്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ദൃശ്യം 2 ആണ് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ്. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ദൃശ്യം 1ൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലോ ആയിട്ട് നിന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ ആ സിനിമയുടെ കഥ പ്രകാരം അത് അങ്ങനെ വേണം, എന്നാൽ മാത്രമേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഓരോ സാധനം ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരാൻ. പക്ഷെ എനിക്ക് പേഴ്സണലി ദൃശ്യം 2 ആണ് ഇഷ്ടപ്പെടുന്നത്. സോ ദൃശ്യം 3 വരുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ ദൃശ്യം 2-ൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തീരുമാനമായി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താകുമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷൻ, എന്നെ സംബന്ധിച്ചൊരു എക്സ്പെക്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ, ഈ ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനൊരു 3-ാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സോ അന്നേരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു 2 എന്ന് പറയുന്നൊരു ഐഡിയ ഇല്ല. അദ്ദേഹം ഒരു ഐഡിയ വരുന്നു, പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയാണ് ദൃശ്യം 2-ലേക്ക് വരുന്നത്. 3 വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ദൃശ്യം 2 ഇറങ്ങിയ ഒരു ടൈമിൽ അത്രയും വലിയൊരു ഹിറ്റ്, OTTയിൽ തന്നെ വലിയൊരു ഹിറ്റായി. അത് ഹിന്ദിയിലൊക്കെ അത് ഒറിജിനലി അത് റിലീസായിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒരു ദൃശ്യം 3 വരികയാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ട്. അത് ലാലേട്ടനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ആ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതുകൊണ്ടൊരു സിനിമയാകുമോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊരു ഹൈപ്പ് തരണ്ട, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ടായിരുന്നായിരിക്കും അന്നേരം. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് ഹുക്ക് ചെയ്തിരിക്കുന്നത്. സോ എന്തായിരിക്കും ആ ഒരു ക്ലൈമാക്സ്? ഈ പറയുന്ന പോലെ അവസാനം നമ്മൾ ഞെട്ടിത്തരിക്കുന്ന ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു 3-ലേക്ക് അദ്ദേഹത്തിന് ലീഡ് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്ന ആ ഒരു തോട്ടാണ്. സോ അതെന്തായിരിക്കും എന്നറിയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിലല്ല കണ്ടത്. ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തൊരു തിയേറ്ററിലൊന്നും അങ്ങനെ പോയി കാണില്ലായിരുന്നു സിനിമ. 2015 or 2014 ആ ഒരു ടൈമിലാണ്. ദൃശ്യം 2 വരുന്നത് OTTയിലുമാണ്. സോ ദൃശ്യം മൂവീസ് ഒന്നും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ദൃശ്യം 3 ആണ് ഫസ്റ്റ് ടൈം തിയേറ്ററിൽ, ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കാണാൻ പോകുന്നത്. സോ എന്താകും എന്നറിയുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ അവരുടെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ജിത്തു ജോസഫ് എപ്പോഴും പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ മലയാളികൾ ഒരു ജിത്തു ജോസഫ് സിനിമ വരുമ്പോൾ ഓട്ടോമാറ്റിക്കും നമ്മൾ അതിനകത്തൊരു ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ പ്രതീക്ഷിക്കും. ഒരു ഭയങ്കരമായ സർപ്രൈസ് എലമെൻറ്റുകൾ. ഈവൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം ലാസ്റ്റ് ഇതിന് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ, അതിനകത്താണെങ്കിൽ പോലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി സിനിമയാണ്. എന്നാൽ പോലും അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റ് ടേണുകളൊക്കെ ഉണ്ട് ആ ഒരു സിനിമയ്ക്കാണെങ്കിൽ പോലും. സോ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ സംതിങ് ഈസ് ദെയർ. എപ്പോഴും ഒരു ക്ലൈമാക്സിലല്ലെങ്കിൽ ആ ട്വിസ്റ്റുകൾ കൊണ്ട് അദ്ദേഹം നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാറുണ്ട്. അദ്ദേഹം അതിന് ഒരേ ടൈം അദ്ദേഹത്തിന് അത് പോസിറ്റീവാണ് നെഗറ്റീവാണ്. ചില സിനിമകൾ ഇപ്പം
മിറാജ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ഒരുപാടങ്ങ് ട്വിസ്റ്റുകളായിപ്പോയി, അത്രയും വേണ്ടായിരുന്നു. ഇപ്പോൾ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തപ്പോഴും അതിനെയും ട്വിസ്റ്റുകൾ ഓവറായി പോയി എന്നൊരു രീതിയിലേക്കാണ് ആളുകൾ പറഞ്ഞത്. സോ അദ്ദേഹത്തിന് ഒരേ ടൈം അതൊരു പോസിറ്റീവാണ്, അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ആൾക്കാരെ പിടിച്ചിരുത്തുന്നത്. ഇപ്പം മെമ്മറീസൊക്കെ അറിയാം, മെമ്മറീസിനകത്ത് കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതുപോലെയല്ല അദ്ദേഹം ദൃശ്യത്തിലേക്ക് വന്നപ്പോൾ ദൃശ്യത്തിന് കൊടുത്തൊരു ട്രീറ്റ്മെൻറ്റ്. ത്രില്ലർ സിനിമകൾ അദ്ദേഹത്തിൻ്റെ വായിൽ, എസ്പെഷ്യലി അദ്ദേഹം എഴുതുന്ന കഥ അതെടുത്ത് പറയണം. ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം മറ്റൊരാളുടെ തിരക്കഥയിൽ അദ്ദേഹം സിനിമയാക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എഴുതുന്ന എന്നിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലിംഗ് സ്വഭാവം ഇല്ലെന്നാണ് ഞാനൊരു പരിധിക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്നെ കൊടുത്ത ഇൻ്റർവ്യൂകളിലും അതിൻ്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയ സമയത്തും ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു ഒരു 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 ട്രീറ്റ്മെൻറ്റ് പോലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഇതെങ്ങനെ ഇവർ കവറപ്പ് ചെയ്യുന്നു, ഇനി എന്താണ് പ്രശ്നം, നെക്സ്റ്റ് ആരാണ്, പുതുതായിട്ട് ആരെങ്കിലും ഇതിലേക്ക് വരികയോ, ഒരു മീഡിയ എന്നൊരു രീതിയിൽ മാത്രമാണ് ട്രെയിലറിലേക്ക് മനസ്സിലാക്കിയത്. സോ പുതിയതായിട്ട് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു നായകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കാൻ പോകുന്നത്. സോ അതിനകത്ത് തന്നെ ഫോർഷാഡ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും എനിക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ സിനിമ ഇപ്പം ഞാൻ ചിന്തിച്ച് വെച്ച് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് തിയേറ്ററിലേക്ക് പോവുക, അങ്ങനെ ഒരു പരിധിക്കപ്പെട്ട എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ തിയേറ്ററിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ജീത്തു ജോസഫ്, നമ്മുടെ രാജുവേട്ടനൊക്കെ എപ്പോഴും പറയുന്നത് ഇതൊരു സാധാ പടമാണ്, കുഞ്ഞു പടമാണ്, എക്സ്പെക്റ്റേഷൻ ഒരു പരിധിക്കപ്പുറത്തോട്ട് വെക്കാതിരിക്കാനാണ് ഇവരിതൊക്കെ പറയുന്നത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ജീത്തു ജോസഫ് അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് എക്സ്പെക്റ്റ് ചെയ്യും ഇതിനിങ്ങനെയായിരിക്കും. പക്ഷെ ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ടാകും. പക്ഷെ ഇതെന്താണ്, ഈ ഒരു ഓൾമോസ്റ്റ് ഫിനിഷായ ഒരു കഥയാണ് ദൃശ്യം 2 എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള 1-2 ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആകുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവിടെ തീർന്നു. ഇനി പിന്നെയും അതിനൊരു കണ്ടിന്യൂവേഷൻ വരുന്നു. 3 4 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞ് 4 5 ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളതല്ല, ഇങ്ങനെ അതിന് ചാൻസ് ഉള്ളൊരു കഥയാകാം ഇത്. ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ആ ഒരു ട്രോമ എന്ന് പറയുന്നത് കണ്ടിന്യൂ ആകാൻ ചാൻസ് ഉണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ അത്രയ്ക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, എനിക്ക് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കിഡിലൻ ക്യാരക്ടർ ആർക്കുള്ളൊരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ജിത്തു ജോസഫ് എഴുതിയ കഥകളിൽ സാം അലക്സ് മെമ്മറീസിലെ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ അത് കഴിഞ്ഞ ജോർജ് കുട്ടിയാണ്. എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ടാണ് അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ജോർജ് കുട്ടി തോക്കില്ല നമുക്ക് എപ്പോഴും അറിയാം. ജോർജ് കുട്ടി എന്ത് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നാലും അതിനപ്പുറത്തൊരു കാര്യം ജോർജ് കുട്ടി ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പ്രിസൺ ബ്രേക്ക് ഒക്കെ കാണുന്ന പോലെ അത് നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത സീനിൽ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ എന്നുള്ളൊരു ആൻസറും അദ്ദേഹത്തിന് അറിയായിരിക്കും, ആ ഒരു ക്യാരക്ടറിന് അറിയാം. സോ വെൽ റിട്ടൺ ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ആർക്കുള്ളൊരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി, തേർഡ് എന്ന് പറയുന്ന സിനിമ, ദൃശ്യം എന്ന് പറയുന്നൊരു വലിയൊരു ഇത് ബോക്സ് ഓഫീസിൽ എന്താകും എന്നുള്ളതോ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഇതിനൊരു പോസിറ്റീവിൻ്റെ നമ്മൾ പറയാറുണ്ട്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ കേരള ബോക്സ് ഓഫീസിൻ്റെ സ്റ്റാമിന അല്ലെങ്കിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ലാലേട്ടൻ പടത്തിനൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടണമെന്ന്. റീസെൻ്റ്ലി തുടരും എന്ന് പറയുന്നൊരു സിനിമ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. സോ ഇത് എന്താകുമെന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ദൃശ്യം. ജിത്തു ജോസഫ് ആൻഡ് ലാലേട്ടൻ്റെ ഒരു കോംബോ. പിന്നെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അത് തന്നിരിക്കുന്ന ഒരു എന്താ പറയുക, പണ്ട് ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കൊറിയൻ പടത്തിൻ്റെ സസ്പെക്ട് എക്സ് എന്ന് പറയുന്നൊരു പടത്തിൻ്റെ, പക്ഷേ അതിൻ്റെ ഒരു രീതിയിലൊരു അതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഒരു സിനിമ അവർ കൊറിയനിലേക്കൊക്കെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു സിനിമ പറഞ്ഞിരിക്കുന്ന രീതിയും സസ്പെക്ട് എക്സ് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിലായിരുന്നു. സോ അങ്ങനെ ഇൻ്റർനാഷണലി വരെ ഒരു നോട്ടം വന്ന, മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു നോട്ടം കൊണ്ടുവന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്നത്. സോ അത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള, ലാലേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ഫാൻ ബേസ് ഉള്ള ക്യാരക്ടറാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. സോ അതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ് ഉള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. 21st ആണ് റിലീസ് വരുന്നത്. ഫസ്റ്റ് ഷോ തന്നെയാണ് കാണുന്നത്. സോ എന്താകുന്നുള്ളത് കാത്തിരിക്കാം. നിങ്ങൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് കമൻറ്റിൽ പറയാം.